പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, സ്വർഗാരോഹണ പെരുന്നാളിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ നിർമ്മലീകരിക്കപ്പെട്ട ദേഹികൾ കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് കയറി യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വേദവചന പഠനം നമ്മൾ ശ്രവിക്കുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ വാസ്തവമായി കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറി നമ്മുടെ ദേഹികളെല്ലാം ക്രിസ്തുവിനുള്ളിൽ മറഞ്ഞിരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ഉയർപ്പോടുകൂടി ഉയർപ്പിക്കപ്പെട്ട നമ്മുടെ ദേഹികളെ കർത്താവ് ഉയരത്തിൽ യേശുവിൻ്റെ ഉള്ളിൽ തന്നെ മറച്ചു നിർത്തി നമ്മളെല്ലാവരെയും നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി ആക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 31 മുതലുള്ള വാക്യങ്ങൾക്ക് സൂക്ഷ്മതയേറിയ ശ്രദ്ധയും പഠനവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആവശ്യമുണ്ട്. അതിനായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ ശ്ലീഹായുടെയും ദൈവിക രഹസ്യങ്ങളുടെ കലവറയായിരുന്ന പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഈ സുവിശേഷത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കാം. 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യഹൂദന്മാരുമായുള്ള ഒരു സംവാദമാണ്. ഈ ഭാഗത്തെ വിളിക്കുന്നത് ജെറുസലേം ഡിബേറ്റ് എന്നാണ്. കർത്താവ് ഇവരോട് നടത്തുന്നത് ഒരു ഡിബേറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. ഈ വചനത്തിൽ നിന്നും ശ്രദ്ധിക്കണം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് ഇപ്പോൾ യേശു പറയുന്നത്. അവരോട് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, അതിൽ നിലനിൽക്കണം. മാമോദീസ ഏറ്റാൽ മാത്രം ശിഷ്യനാവില്ല. മാമോദീസയിൽ കൂടി നമ്മൾ പ്രാപിച്ചത് എന്താണ്? നമ്മൾ നീതീകരിക്കപ്പെട്ടു. എന്നാൽ ആ നീതീകരണം നമുക്ക് അനുഭവവേദ്യമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നീതിമാനായി ജീവിക്കണം. എന്ന് പറഞ്ഞാൽ മാമോദീസയിൽ ഒരു വിശ്വാസത്തെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ബോധതലത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആ വിശ്വാസത്തെ വാഗൊണ്ട് ആത്മാവിൽ നമ്മൾ ഏറ്റുപറയണം. യേശുവിനെ പരിശുദ്ധാത്മാവിൽ അല്ലാതെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ ആർക്കും സാധ്യമാകില്ല എന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പ്രതിപാദിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാം വാക്യം: ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും സാധ്യവുമല്ല. അപ്പോൾ വചനം
വിശ്വസിച്ച് വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നീതിമാനായി ജീവിക്കുക എന്നർത്ഥം. നീതിമാനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സൗജന്യമായി നമുക്ക് ലഭിച്ച നീതീകരണം നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീതിമാനാകുക. അവൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. അങ്ങനെ നീതിമാനായി വളരുന്ന ഒരുവന്, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരുവന്, വചനത്തിൽ നിലനിൽക്കുന്ന ഒരുവൻ ശിഷ്യനാകും. ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ ഭക്തനേക്കാളിൽ ഉയർന്ന പടിയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ഭക്തൻ കർത്താവിൽ നിന്ന് എന്ത് ലഭിക്കും എന്നാഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ, ഒരു ശിഷ്യൻ കർത്താവിൻ്റെ അടുത്തിലേക്ക് വരുന്നത് എനിക്ക് അവന് എന്ത് കൊടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ യേശുമ്പുരാൻ ഇവിടെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് ഈ പറയുന്നത്. ഈ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? സത്യത്തിൽ വിശ്വാസം വരുന്നത് കേൾവിയിൽ നിന്നാണ്. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 31-ാം വാക്യത്തിൽ അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതെയിരുന്നു. അതായത് രാഹാബ് വിശ്വസിച്ചത് എങ്ങനെയാണ്? രാഹാബ് ഒരു കേൾവി കേട്ടു. ആ കേൾവി വിശ്വാസമായി പരിണമിച്ചു. എന്താണ് രാഹാബ് കേട്ട കേൾവി? അത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 10 മുതലുള്ള ഭാഗങ്ങളിൽ രാഹാബ് കേട്ട കേൾവി എന്താണ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ദൈവമായ യഹോവയെപ്പറ്റി രാഹാബ് കേട്ട ഒരു കാര്യത്താൽ അവൾ വിശ്വസിച്ച സംഗതിയാണ് ദൈവമായ യഹോവ തന്നെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അപ്പോൾ രാഹാബ് കേട്ട കേൾവി വിശ്വാസമായി മാറി. പൗലോസ്ലീഹ പറയുകയാണ്, കേൾവി എവിടെ നിന്നാണ് വരുന്നത്? രാഹാബ് കേട്ട കേൾവി രാഹാബിന് വിശ്വാസമായി മാറി. പൗലോസ്ലീഹ പറയുന്നത്, വിശ്വാസം കേൾവിയാലും, കേൾവി വരുന്നത് എവിടെ നിന്നാണ്? ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനം കേട്ടാൽ മാത്രം പോരാ. നമുക്കെടുക്കാം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. അവിടെ യാക്കോബ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. വചനത്തെ കേട്ടുവിടുവാൻ എളുപ്പമാണ്. കർത്താവ് ഇതിനെപ്പറ്റിയുള്ള ഉപമകളും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല നിലത്ത് വീഴണം. വഴിയരികെ വീണാൽ പോരാ, പറവുകൾ കൊത്തിക്കൊണ്ടുപോകും. പാറപ്പുറത്ത് വീണാൽ പെട്ടെന്നൊരാവേശമൊക്കെ തോന്നും, പക്ഷേ വേരില്ല, അത് തളർന്നു പോകും. അതായത് അവിടെ നിന്ന് മുളച്ചു വരുന്ന വൃക്ഷം തളർന്നു പോകും. മുള്ളിനിടയിൽ വീണാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ധനത്തിൻ്റെ ചതികളും എല്ലാം ചേർന്ന് അതിനെ ഞെരുക്കിക്കളയും.
അപ്പോൾ ഇത് വീഴേണ്ടത് നല്ല നിലത്തിലാണ്. അത് വീണ് കഴിഞ്ഞാൽ അത് വെറുതെ മടങ്ങിപ്പോകുകയുമില്ല എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഇപ്രകാരം പ്രവാചകൻ പ്രതിപാദിക്കുന്നു. 55-ാം അധ്യായം 10-ാം വാക്യം: മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വചനവുമാകും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇത് വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ വചനത്തിൽ നിലനിൽക്കണം. വചനം ആരാണ്? യേശു തന്നെയാണ്. യേശുവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടെ തന്നെ നടക്കുക എന്നാണ് അർത്ഥം. ഒരപ്പൻ്റെ കൈക്ക് പിടിച്ച് നടക്കുന്നത് പോലെ എവിടെ പോയാലും എവിടെ കിടന്നാലും എവിടെയായാലും ക്രിസ്തു സാന്നിധ്യവും സാമീപ്യവും നമ്മൾ അനുഭവിച്ചറിയുന്നതിനെയാണ് വചനത്തിൽ നിലനിൽക്കുക. അപ്പോൾ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദേഹം നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് അതിനെ തോൽപ്പിച്ച് കീഴടക്കി കർത്താവിനോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നടന്ന് നീതിമാനായി തന്നെ ജീവിക്കുവാൻ പറ്റും. അങ്ങനെ നീതിമാനായി ജീവിക്കുന്നവൻ എത്തിച്ചേരുന്ന ഒരവസ്ഥാവിശേഷമാണ് ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യത്വം. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയാണ്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് എന്ന് പറയാൻ കാര്യം ആ വിശ്വാസം വചനത്താൽ വരണം എന്നവരെ ഊന്നിപ്പറയുകയാണ്. പക്ഷേ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ആ വിശ്വസിച്ച യഹൂദന്മാർ തന്നെ കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട് കാണാം. കാരണം ഇത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഊന്നിപ്പറയുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. കാലികമായി നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം വചനം കേൾക്കുന്നവരാണ്, വചനം കൈക്കൊള്ളുന്നവരാണ്, വചനത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. പക്ഷേ അതിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? നിലനിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിശാച് വന്ന് അവിടെ കള വിതയ്ക്കുകയും ദൈവികമായ വ്യാപാരങ്ങൾ ആണെന്ന് തോന്നിപ്പിക്കും വിധം നമ്മളെ പല കാര്യങ്ങളും പരിശീലിപ്പിക്കുകയും ഒന്നും പ്രയോജനമുള്ളതല്ലാത്തതായി തീരുകയും ചെയ്യും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. പ്രയോജനമുള്ളതല്ലാത്ത കാര്യങ്ങൾ കർത്തവ്യമുള്ള കാര്യങ്ങളായി നമുക്ക് തോന്നിപ്പിച്ചിട്ട് നമുക്കൊരു പ്രയോജനവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. സമൂഹപരമായും വ്യക്തിപരമായും സഭാപരമായും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലായിടത്തും ഒരു ആധ്യാത്മിക മൂല്യത്തകർച്ച നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ കർത്തവ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഒന്നും പ്രയോജനമുള്ളതായി മാറുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 2 അധ്യായങ്ങളിൽ ഇത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 23-ാം വാക്യത്തിലും അതുപോലെ തന്നെ 6-ാം അധ്യായം 12-ാം വാക്യത്തിലും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. 10-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരം പറയുന്നു, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം വാരിക്കൂട്ടി ചെയ്യുകയാണ്. എല്ലാം സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും വളരെ വീറോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇത് വചനാധിഷ്ഠിതമായി പ്രയോജനമുള്ളതാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കർത്തവ്യങ്ങളൊന്നും പ്രയോജനം ചെയ്യത്തില്ല. എല്ലാവരിലും പല ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളുമുണ്ട്. പക്ഷേ ചെയ്യുന്ന കർത്തവ്യങ്ങൾ വചനത്തിൽ നിലനിൽക്കാത്തവൻ ചെയ്താൽ അത് പ്രയോജനമുള്ളതായി മാറുകയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. 6-ാം അധ്യായം 12-ാം വാക്യത്തിലും ഇതേ വാക്യം തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുക, കർത്താവിൻ്റെ കൂടെ നടക്കുക,
അങ്ങനെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന കേൾവി വിശ്വാസത്തിലേക്ക് പരിണമിക്കുമ്പോൾ ആ വിശ്വാസമാണ് പ്രത്യാശയായി മാറുന്നത്. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഈ യെരുശലേം ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പായി കർത്താവ് യഹൂദന്മാരോട് ഈ ഒരു വാണിംഗ് ആദ്യമേ നൽകുകയാണ്. 32-ാം വാക്യം, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. 31-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് വരുന്നത്. അതായത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യത്തെ അറിയുക എന്ന് പറഞ്ഞാൽ? പീലാത്തോസ് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, സത്യം എന്നാൽ എന്ത്? സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഒരു ഉത്തമ ബോധ്യമാണ്. എന്തിനെക്കുറിച്ചുള്ള ബോധ്യം? വചനത്തെക്കുറിച്ചുള്ള സത്യബോധം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്നും വചനം ദൈവത്തോടു കൂടെയായിരുന്നുവെന്നും വചനം ദൈവമായിരുന്നുവെന്നും ആ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും ഉള്ളവനായി പാർത്തു എന്നും അത് സത്യമായിരുന്നുവെന്നും തിരിച്ചറിയുന്ന ആ ബോധം സത്യത്തെ തിരിച്ചറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശു എന്ന സത്യം, യേശു ആരാകുന്നു എന്ന സത്യം, യേശു ദൈവമാകുന്നു എന്നുള്ള സത്യം, അത് നിങ്ങൾ തിരിച്ചറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളതിന് ആരുടെയും അടിമത്തത്തിലൊന്നും കിടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എവിടെയാണ് ഇവർ അടിമത്തത്തിലേക്ക് പോയത്? സത്യത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ ഒരു അടിമത്തത്തിൽ കിടക്കുന്നു എന്നുള്ളത്, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നു എന്നുള്ളതിൻ്റെ നിഴലും കൂടിയായിരുന്നു. എങ്ങനെയാണ് ഇവർ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയത്? സത്യം തിരിച്ചറിയാതെ വന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു കെണിയാണ് ഈ അടിമത്തം. അല്ലെങ്കിൽ അവർ വീണുപോയ ഒരു കെണിക്കുഴിയാണ് ഈ അടിമത്തം. അതുകൊണ്ട് നമ്മൾ മുമ്പ് പഠിച്ച മറ്റൊരു കാര്യത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവം ഒരു വചനിപ്പ് കൊടുത്തിരുന്നു. നമ്മൾ 3 വചനിപ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവം ആദമിനും ഹവ്വായ്ക്കും കൊടുത്ത ഒരു വചനിപ്പ്. അതിന് നമ്മളൊരു പേരിട്ട് വിളിച്ചിരുന്നു, സത്യവചനിപ്പ്. പിന്നീട് ഏദൻ തോട്ടത്തിലേക്ക് പിശാച് വന്ന് പിശാചിൻ്റെ ഒരു വചനിപ്പ് കൊടുത്തു. അതിനെ പിതാക്കന്മാർ വിളിക്കുന്ന പേരാണ് അപകടവചനിപ്പ്. പിന്നീട് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ ദൈവമാതാവിന് പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു വചനിപ്പ് കൊണ്ട് കൊടുത്തു. അതിൻ്റെ പേരാണ് സമാധാന വചനിപ്പ്. ഏദൻ തോട്ടത്തിൽ പിശാച് കയറി ആദാമിൻ്റെയും ഹവ്വായുടെയും ദേഹികളെ വശീകരിച്ച് തിരിച്ചു കളഞ്ഞപ്പോൾ അവിടേക്ക് കുത്തിവെച്ച വിഷമാണെന്ന് തിരിച്ചറിയാതെ ആ അപകടത്തെ, ആ കള്ളത്തെ, സത്യമല്ലാത്ത കാര്യത്തെ അവർ സ്വീകരിച്ച് വിശ്വസിച്ചു പോയി. സത്യത്തെ അറിയാതെ പോയി. കാരണം സത്യമായ വചനിപ്പ് ആദമിനും ഹവ്വായ്ക്കും കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞത്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും, അതായത് നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും നീ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. അതൊരു വചനിപ്പായിരുന്നു. ആ വചനിപ്പിലൊരു വിലക്കുണ്ട്. പക്ഷേ ആ ഒരു വിലക്ക് അവർക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മയായി അന്ന് തോന്നിയില്ല. പക്ഷേ
പിശാച് വന്ന് അപകടവചനിപ്പ് വിഷം അവരുടെ ഉള്ളിൽ കുത്തി നിറച്ചപ്പോൾ അതിനെ ഏറ്റെടുത്തു. അതായത് അതിൽ വിശ്വസിച്ച് പിശാചിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് നിലകൊണ്ടു. എങ്ങനെ നിലകൊണ്ടു? ഹവ്വായും പിശാചും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിശാച് ഹവ്വായെ വചനത്താൽ, തൻ്റെ വാക്കുകളാൽ കീഴ്പ്പെടുത്തി കളഞ്ഞു. ആ വാക്കുകളിൽ ഒരു മധുരിമയുണ്ടായിരുന്നു. എന്താണ് ആ മധുരിമ? ആ മധുരിമ ഈ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും പറിച്ചാൽ നീ എന്നെപ്പോലെ ആകും എന്നല്ല പറഞ്ഞത്, ദൈവത്തെപ്പോലെ ആകുമെന്നാണ് പറഞ്ഞത്. സത്യമായവൻ സത്യത്തോടുകൂടി സത്യമായൊരു വചനം ഏദൻ തോട്ടത്തിൽ ആദ്യം ഒരു വിലക്കോടുകൂടി കൊടുത്തപ്പോൾ ആ വിലക്കിനുള്ളിലെ ആനന്ദത്തെ തിരിച്ചറിയാതെ ദുസ്വാതന്ത്ര്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യമായി കണ്ട് പിശാചിൻ്റെ വചനത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, എന്നിട്ട് പിശാച് പറയുന്ന ഓരോ കാര്യത്തെയും ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ വചനത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയതിനാൽ അവൾ പാപത്തിൽ വീണു. ആദവും ഹവ്വായും പാപത്തിൻ്റെ അടിമത്തത്തിലായിപ്പോയി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ആ സത്യത്തെ നിങ്ങൾക്ക് തരുവാനാണ്. അതിൽ നിങ്ങൾ വിശ്വസിക്കണം, അതിൽ നിങ്ങൾ സ്വതന്ത്രരാകും. പലരും യൂട്യൂബിൽ കൂടി കേൾക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പിലും മറ്റും ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഏദൻ തോട്ടത്തിൽ എങ്ങനെയാണ് പിശാച് വരുന്നത്? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമല്ലേ? പറുദീസ ദൈവസാമീപ്യം മാത്രമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടൊക്കെ എഴുതാറും അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാറുമുണ്ട്. അതിന് പലരും പല രീതിയിലുള്ള സംശയങ്ങൾ ന്യായമായും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും ഈ ഫോണിൽ കൂടി മറുപടി പറയുവാനുള്ള സമയവും സാവകാശവും ഇല്ലാത്തതിനാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിലായിരിക്കാം ചിലപ്പോൾ അതിനുള്ള മറുപടികൾ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഉത്തരം പല പ്രസംഗങ്ങളിലായിട്ടും വചന ശുശ്രൂഷയിലായിട്ടും നമ്മൾ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേകമായി മറുപടി അയക്കുക എന്നുള്ളതും ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ വചന ശുശ്രൂഷകളിൽ അതിനുള്ള മറുപടി എവിടെയെങ്കിലുമൊക്കെ കാണും. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഏദൻ തോട്ടം പറുദീസ ദൈവിക വാസ്തലമാണ്. പക്ഷേ പറുദീസയിൽ പിശാച് കയറും എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഏദൻ തോട്ടത്തിൽ പിശാച് കയറിയത്. അതുപോലെ നമ്മുടെ ദേഹിയുടെ മണ്ഡലം പറുദീസ ആക്കണ്ടിയ മണ്ഡലമാണ്. അതിനെ പറുദീസ അല്ലാതെ പാതാളമാക്കുവാൻ വേണ്ടി പിശാച് അതിൽ കയറും. നമ്മളാണ് അതിനെ പറുദീസയായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത്. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവനാണ് വിശ്വാസത്തിലും വചനത്തിലും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നവന് മാത്രമേ അതിനെ പറുദീസയായി സൂക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇടയ്ക്കൊന്ന് ഓർത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ യേശു തമ്പുരാൻ യഹൂദന്മാരോട് പറയുകയാണ്, ഡിബേറ്റ് തുടങ്ങി. എന്താണ്? കർത്താവ് പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കാരണം ഇവർ പാപത്തിന് അടിമകളാണെന്ന് ഇവർക്ക് തിരിച്ചറിയുന്നില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, പിശാച് കുത്തിവയ്ക്കുന്നത് ദൈവീകമായ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ഇൻവോൾവായി നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അവൻ വശീകരിക്കാൻ ശ്രമിക്കുന്നത്. പള്ളിയിൽ വളരെ ആക്റ്റീവാണ്, സൺഡേ സ്കൂളിൽ വളരെ ആക്റ്റീവാണ്, പൗരോഹിത്യ ശുശ്രൂഷയിൽ ആക്റ്റീവാണ്. പക്ഷേ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ആക്ഷനില്ല, പ്രയോജനമുള്ളതാവുന്നില്ല. കാരണം കർത്തവ്യങ്ങൾ ലൗകികമായ രീതിയിൽ മാത്രമാകുമ്പോൾ, ഈ ലോകത്തിലേക്ക് തന്നെ ശ്രദ്ധ വയ്ക്കുന്ന കാര്യത്തിലേക്കാകുമ്പോൾ ഈ കർത്തവ്യങ്ങൾ പ്രയോജനം ചെയ്യില്ല. കർത്തവ്യങ്ങൾ പരിശുദ്ധാത്മാവിലായിരിക്കണം, അല്ലെങ്കിൽ വചനത്തിലായിരിക്കണം, വചനമായിരിക്കണം, അല്ലെങ്കിൽ ഈ സത്യമായിരിക്കണം നമ്മളെ കർത്തവ്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പരിശീലിപ്പിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കർത്തവ്യം വെച്ച് സത്യത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാളിപ്പോകും, പ്രയോജനമുള്ളത് അല്ലാത്തതായിത്തീരും. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ പാപത്തിൻ്റെ അടിമത്തത്തെ തിരിച്ചറിയാൻ
ഈ സത്യത്തിലേക്ക് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ സത്യം? അതാണ് കർത്താവായ യേശു. അവൻ മാത്രമേ പാപത്തിൽ നിന്ന് നിന്നെയും എന്നെയും വിടുവിക്കുവാൻ കഴിവുള്ളവനായുള്ളൂ. അതുകൊണ്ട് യേശുവിങ്കിലേക്ക് തന്നെ നോക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടുന്ന വേറൊരു നാമവും ഇല്ലേ ഇല്ല. ഇത് നമ്മൾ ഏറ്റെടുത്ത് വിശ്വസിച്ച് യേശുവിലേക്കങ്ങ് എത്തിച്ചേരണം. അതെത്തിച്ചേരുന്നവർ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യമല്ല. ഇത് മറ്റൊരു സ്വാതന്ത്ര്യമാണ്. അതായത് യേശുവിലെത്തിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ദൈവരാജ്യത്തിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായി സഹായകനായി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കിതൊരു ആനന്ദമാണ്. അല്ലാതെ ഒരു ബേർഡനായിട്ട് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും സന്തോഷകരമായ കാര്യം. 33-ാം വാക്യം. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ പാപത്തിൻ്റെ അടിമകളായിരുന്ന യഹൂദന്മാർക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടായി. അവർ അടിമകളാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ആദവും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പാപത്തിന് അടിമപ്പെട്ടു പോയി. സത്യമായ വചനം അവരുടെ ഉള്ളിൽ നിന്ന് മറഞ്ഞുപോയി. പക്ഷേ മറഞ്ഞുപോയി എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവരെ പ്രതിനിധീകരിക്കുന്ന യഹൂദന്മാർ കർത്താവിൽ അവർ വിശ്വസിച്ചുവെങ്കിലും ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലെ ആ ഇൻറ്റഗ്രിറ്റി, ആ ഒരു ദുരഭിമാനം പൊട്ടിപ്പുറപ്പെട്ടിട്ട് യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അല്ലേ? ആന്നു. അബ്രഹാമിൻ്റെ സന്തതിയുടെ പ്രത്യേകത എന്താണ് എന്ന് അവർ വിശ്വസിക്കുന്നത് ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ഈ വചനത്തിൽ ഒരു വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ യഹൂദന്മാരുടെ യഥാർത്ഥ അവസ്ഥ ശരിക്കും എന്തായിരുന്നു? ഇവർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. ശരിയാണ്, അത്രയും വരെ വളരെ കറക്റ്റാണ്. ഞങ്ങൾ ആരുടെയും ദാസന്മാരായിട്ട് ഇരുന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അവർ എത്രയോ പേരുടെ അടിമകളായിട്ടിരുന്നിട്ടുണ്ട്. മിസ്രൈമിൽ തുടങ്ങിയ അടിമത്തം ഗ്രീക്കാരുടെ അടിമകളായിരുന്നു, പേർഷ്യക്കാരുടെ അടിമകളായിരുന്നു, റോമാക്കാരുടെ അടിമകളായിരുന്നു. അങ്ങനെ പലരുടെയും അടിമത്തത്തിൽ കഴിയുമ്പോഴും അവർ പറയുകയാണ്, ഞങ്ങൾ ആരുടെയും അടിമയായിട്ട് ഇരുന്നിട്ടില്ല എന്ന്. ഇപ്പോൾ കർത്താവിനോട് വാദിക്കുന്ന സമയത്തും അവർ റോമാക്കാരുടെ അടിമകളാണ്. ഇതാണ് പറഞ്ഞത്, തന്നിൽ വിശ്വസിച്ചു എങ്കിലും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാഞ്ഞതുകൊണ്ട്, നീതിമാനായി നിലനിന്നുകൊണ്ട് വചനത്തിൽ നിലനിൽക്കാത്തതുകൊണ്ട്, ശിഷ്യത്വത്തിലേക്ക് വരാത്തതുകൊണ്ട് അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അവർ പറയുകയാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ആരുടെയും ദാസന്മാരായി ഇരുന്നിട്ടില്ല. ആ സമയത്ത് അവർ ദാസന്മാരാണ്. ആരുടെ ദാസന്മാരായിരുന്നു? റോമൻ സാമ്രാജ്യത്തിൻ്റെ ദാസന്മാരാണ്. അതിനു മുമ്പ് പേർഷ്യക്കാരുടെയും ഗ്രീക്കുകാരുടെയും മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ വലിയൊരു പാരമ്പര്യം അവർക്കുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. എങ്കിലും കർത്താവിനോട് അവർ തർക്കിക്കുകയാണ്, ഞങ്ങൾ ആരുടെയും ദാസന്മാരായിട്ടിരുന്നിട്ടില്ല. ഇത് നിലനിൽക്കാത്തതിൻ്റെ പ്രശ്നമാണ്. വചനത്തിൽ നിലനിന്നാലേ യഥാർത്ഥത്തിലുള്ള നമ്മുടെ അവസ്ഥ എന്താണെന്ന് സത്യമായവൻ നമ്മളെ സത്യത്തോടുകൂടി ബോധിപ്പിക്കുകയുള്ളൂ. യേശുവിനോട് ചേർന്ന് നിൽക്കണം. ഈ അടിമത്വം എന്ന് പറയുന്നതിൽ ഒരു ക്രിയാത്മകമായ അവസ്ഥയുമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് സൈഡുമുണ്ട്. നമ്മൾ, അതായത് വചനത്തിൽ നിലനിൽക്കുന്നവർ പാപത്തിന് അടിമകളല്ല, എന്നാൽ മറ്റൊരു കാര്യത്തിന് അടിമകളാണ്. അടിമകൾ എന്നുള്ള വാക്കുകൊണ്ട് നമ്മളതിനെ അതിൻ്റെ ആ നെഗറ്റീവ് ഗ്രാവിറ്റിയിൽ അല്ല അതിനെ ഉൾക്കൊള്ളേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 1 പത്രോസ് 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്വതന്ത്രരായും
സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരുമായും ഇരിപ്പീൻ. ഈ ഒരു സംശയം ഒരാൾ എവിടെയോ ചോദിച്ചതായിട്ട് ഞാൻ എങ്ങനെയോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തു. അതായത് നമ്മളെല്ലാവരും മക്കളാണ്, അടിമകളല്ല എന്നുള്ളത് സത്യമാണ്. നമ്മളെല്ലാവരും മക്കൾ തന്നെയാണ്. ഈ ദാസരായിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അടിമത്വമല്ല. അതായത് മിസ്രൈമ്യരുടെ കീഴിൽ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അടിമത്വമല്ല. സ്വതന്ത്രരായും എന്നാൽ കർത്താവിൻ്റെ ദാസന്മാരുമായി ഇരിപ്പീൻ എന്ന് പറഞ്ഞാൽ ശിഷ്യനായി കൂടെ എന്ത് പറഞ്ഞാലും അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ആ ഒരു എളിമയുടെ ആത്മാവിനെയാണ് അവിടെ ദാസ്യത്തിൻ്റെ ആത്മാവെന്ന് പത്രോസ്ലീഹ ഉദ്ദേശിക്കുന്നത്. ഇതേ കാര്യം തന്നെ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൽ സ്വതന്ത്രനാകുന്നു. കണ്ടോ, ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ, അവനൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ശിഷ്യത്വത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. ശിഷ്യത്വത്തിന് ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമുണ്ട്. ഈ യോഹന്നാൻ ശ്ലീഹ ശിഷ്യനായിരുന്നു, പക്ഷേ കർത്താവിൻ്റെ മടിയിൽ കയറിയിരിക്കുമായിരുന്നു. കർത്താവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരിക്കുവാനുള്ള ഒരു കുഞ്ഞ് അപ്പൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുന്ന ആ ശ്രേഷ്ഠ സ്വാതന്ത്ര്യത്തിൻ്റെ എളിമത്വം, അതിനെയാണ് ആ ദാസ്യത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു അടിമപ്പണി എന്നുള്ളതല്ല. എവിടെയോ ഒരു വചന ശുശ്രൂഷയിൽ ഇത് പറഞ്ഞപ്പോൾ വളരെ കർക്കശമായി എനിക്കൊരു വിമർശനം വന്നു. അങ്ങനെയല്ല, നമ്മളെല്ലാവരും മക്കളാണ്. പക്ഷേ പൗലോസ്ലീഹയോട് പറയുന്നത് നോക്കിയേ: ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൽ സ്വതന്ത്രനാകുന്നു. അതുപോലെ തന്നെ അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ ദാസനും ആകുന്നു. അപ്പോൾ ഇതൊരു ശിഷ്യത്വത്തിൻ്റെ ഒരു ശ്രേഷ്ഠ പദവിയാണ്. ഇതൊരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു യോഗ്യതയാണ്, അല്ലെങ്കിൽ നമ്മിലേക്ക് വന്നു ചേരുന്ന ഒരു കൃപാവരമാണ്. അതുകൊണ്ട് അവർക്ക്, അതായത് അവനോട് തർക്കിച്ച യഹൂദന്മാർക്ക് അവരുടെ അവസ്ഥ മനസ്സിലാകുന്നില്ല. കാരണം സത്യമായി മുന്നിൽ നിൽക്കുമ്പോൾ അവനിൽ വിശ്വസിച്ചുവെങ്കിൽ നിലനിൽക്കുവാനോ അവൻ്റെ വചനം കേട്ടിട്ട് അതിനെ ഉൾക്കൊള്ളുവാനോ അവർക്ക് സാധ്യമാവുന്നില്ല. 34-ാം വാക്യത്തിൽ അതിന് യേശു അവരോട് ഉത്തരം പറയുകയാണ്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ വായിച്ച വചനവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. പാപത്തിൽ ജീവിക്കുന്നവൻ അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു, നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നമുക്ക് 21-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം: അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഈ കാര്യം കർത്താവ് വീണ്ടും എടുത്തു പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും യേശു ദൈവമാണെന്നുള്ള സത്യം ഏറ്റുപറയുക എന്നുള്ള വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചുമല്ലാതെ യോഹന്നാൻ ശ്ലീഹ ഒന്നും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാപബോധത്തെപ്പറ്റി യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിക്കുന്ന ഈ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മൂല്യച്യുതിയാണ് പാപബോധം ഇല്ലായ്മ. എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുകയും അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ള ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയുമാണ്. കർത്താവ് ഇവിടെ പറയുന്നു, ആമേൻ ആമേൻ, ആമേൻ ആമേൻ എന്ന് കർത്താവ് എവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അസന്നിഗ്ധമായി സിഗ്നേച്ചർ ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു മാറ്റമില്ല. നിങ്ങളിനി എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ഈ വചനത്തിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അതിനങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനെ ഒരു പരുവത്തിലാക്കി വ്യാഖ്യാനിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അപ്രകാരം തന്നെ, ഇതിന് മാറ്റമില്ല. ഇതിൻ്റെ വള്ളി പുള്ളി വിടാതെ അപ്രകാരം വിശ്വസിച്ചുകൊള്ളണം. കർത്താവ് എന്താണ് പറയുന്നത്? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ഈ ദാസത്യം
പഴയ നിയമത്തിലെ മിസ്രയീംകാർ ഇസ്രായേൽക്കാരുടെ നേരെ കാണിച്ച ആ അടിമത്തത്തിൻ്റെ തലമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ ദാസനാകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നീതിമാനോ യേശുവിൻ്റെ മക്കളാകുന്നു. ഏത് വേണം? പാപത്തിൽ ജീവിച്ചാൽ പാപത്തിൽ മരിക്കും. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാനുള്ള പാപബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായി പോകുന്നത് ദൈവമക്കളെ നിത്യമായ ഒരു ജീവനാണ്. ഈ ലോകത്തിൽ ആകപ്പാടെ കുറച്ച് നാൾ മാത്രമേ നമുക്കുള്ളൂ. നമുക്കൊരു നിത്യജീവനുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, യോഹന്നാൻ ശ്ലീഹ അല്ല, കർത്താവാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യം സത്യമാണ്. കാരണം അവൻ സത്യമാകുന്നു. ലോകത്തിലേക്ക് വന്ന വെളിച്ചം സത്യമായിരുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തവൻ പറയുകയാണ്, നിങ്ങൾ പാപത്തിൽ ജീവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അങ്ങനെ മരിക്കരുത്. നിത്യജീവനുമായിട്ടുള്ള ആകാംക്ഷയോടെ നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ നമ്മുടെ ദേഹി ക്രിസ്തുവിനോടുകൂടെ ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയും ചെയ്യും. ആ ദേഹി നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശമായി തിരിച്ചു വന്ന് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. ദാസൻ വീട്ടിൽ വസിക്കുമോ? ഇല്ല, അവനെ പറഞ്ഞു വിടും. പക്ഷേ പുത്രനാണെങ്കിലോ അവൻ എന്നേക്കും വസിക്കും. അവൻ്റെയാണ് ആ ഭവനം. നമ്മുടെ പൗരത്വം എവിടെയാണ്? ദൈവരാജ്യത്തിൻ്റെ പൗരത്വമാണ് നമുക്കുള്ളത്, ഈ ലോകത്തിൻ്റെ പൗരത്വമല്ല. ഈ ലോകത്തിൽ തന്നെ വിവിധ രാജ്യങ്ങളുണ്ട്. വിവിധ രാജ്യങ്ങൾക്ക് ഓരോ പൗരത്വമുണ്ട്. ആ പൗരത്വം എടുത്തിട്ടുള്ളവൻ്റെ ചുമതല എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൗരത്വം, സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാകുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അതായത് കർത്താവിൻ്റെ നീതി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ മാനുഷികമായ ഈ ജഡശരീരം കൊണ്ട് നിർവഹിക്കുവാനായിട്ട് സാധ്യവുമല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരാളെ നിങ്ങൾക്കങ്ങോട്ട് തരാം. ആ ആൾ വന്ന് ദൈവരാജ്യത്തിൻ്റെ നീതിക്കനുസരിച്ച് നിങ്ങളെ ജീവിപ്പിക്കുവാനും ജീവിക്കുവാനും സഹായിക്കും. അതിനെയാണ് സഹായകനെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി പെന്തിക്കോസ്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സഹായകൻ നമ്മളിലേക്ക് എഴുന്നള്ളി വരുവാൻ, നമ്മളുടെ ഈ ഓരോ ദിവസവും നമ്മളിൽ നഷ്ടപ്പെടുന്ന ഈ ജീവൻ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കണം. പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ദിവസേന മരിക്കുന്നു. ദിവസേന മരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ജീവൻ്റെ കണിക പുറത്തേക്ക് പോകുന്നു. അതൊന്നുകിൽ പാപത്തിൽ ജീവിച്ചവനാണ്, അല്ലെങ്കിൽ ആ ദിവസം പാപത്തിലാണ് നീ ജീവിച്ചതെങ്കിൽ ആ ദേഹി പിശാചിൻ്റെ കയ്യിലേക്ക് പോകും. അതിനവൻ അവകാശം പറയും. അതേസമയം സൽപ്രവർത്തികളിലൂടെ ക്രിസ്തുവിൻ്റെ കൈക്ക് പിടിച്ച് നടന്ന ഒരു ദിവസത്തെ പ്രാണൻ അന്ന് നമ്മളിൽ നിന്നും വിടുമ്പോൾ, ദിവസേന നമ്മൾ മരിക്കുന്നുവെങ്കിൽ ഒരു പ്രാണൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് വിടുമ്പോൾ അത് യേശുവിൻ്റെ ഉള്ളിൽ പോയി മറഞ്ഞിരിക്കുകയും ആ മറഞ്ഞിരിക്കുന്ന പ്രാണൻ ശോഭയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ഉള്ളിലേക്ക് ജീവശക്തിയായി മടങ്ങി വരികയും ചെയ്യും. ജീവനായിട്ട്. ജീവൻ ഏതാണ്? ആ ജീവനാണ് നമ്മളെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരുത്തുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ ദിവസവും വേറിട്ട് പോകുന്ന പ്രാണൻ യേശുവിൻ്റെ ഉള്ളിലാണ് ചെന്ന് ചേരുന്നതെങ്കിൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന ജീവനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാഭവത്തോടുകൂടി നമ്മുടെ ദേഹിയിലേക്ക് തിരിച്ചു വരികയും ആ ദേഹിയും ആത്മാവും ചേർന്ന് നമ്മുടെ ശരീരത്തിന് എന്ത് ശക്തി കൊടുക്കും? യേശുവിൻ്റെ ശരീരത്തെ പോലെ സ്വഭാവം കാണിക്കുവാനുള്ള ശക്തി കൊടുക്കും. അവനൊരു അസഭ്യവാക്ക് പറയില്ല, അവനൊരു അശുദ്ധമായി കാണുകയില്ല, അശുദ്ധമായത് കേൾക്കുവാൻ അവൻ്റെ ചെവി പോകുകയില്ല. കേട്ടാൽ തന്നെ അവൻ്റെ ചെവിക്കത് അറപ്പായിട്ട് തോന്നും. ഒരേ വായിൽ നിന്ന് സുവിശേഷവും ഒരേ വായിൽ നിന്ന് അശുദ്ധവാക്കും പുറപ്പെടുകയില്ല. ചിലരങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ. ഒരു വസ്തുവിലിരുന്ന് സുവിശേഷം ഇങ്ങനെ പറയും, അതേ വാഗൊണ്ട്
ഇപ്പുറത്ത് വന്ന് പരിഹാസം, നിന്ന, ആക്ഷേപം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കരുത്. അപ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണം അവരുടെ ഉള്ളിൽ അശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ശക്തമായിട്ടുണ്ട്. നമ്മുടെ ഒരാളുടെ ബോഡി ലാംഗ്വേജിലും പ്രവർത്തന രീതിയിലും എല്ലാം ഒന്നുകിൽ അശുദ്ധാത്മാവിൻ്റെ സ്വാധീനം കാണും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം കാണും. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ദാസൻ എന്നേക്കും വീട്ടിലിരിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ വസിക്കുന്നവനാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാസമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കൈയെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇടത് കൈ വലത് കൈയും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതൊരു അനുഭവമാണ്. ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പരസ്പര പൂരകങ്ങളാണിത്. നാമോ പകലിനുള്ളവരാകിയാൽ നാം തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെ പ്രാപിക്കുവാനത്രേ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിനോടുകൂടെ ജീവിക്കുവാൻ, അവൻ നമ്മിലും നാം അവനിലുമായിട്ട് ജീവിക്കുവാൻ വേണ്ടി എന്ത് ആവശ്യമായിരിക്കുന്നു? പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരം കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിയണം. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരുവാൻ സാധ്യമുള്ളതല്ല. വിശുദ്ധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന ഒരു സന്തോഷവും സ്വാതന്ത്ര്യമുണ്ട്. ഓരോ അനുഭവതലങ്ങളും വിശുദ്ധിക്കുണ്ട്. വിശുദ്ധി ഒരു കോട്ടയാണ്, വിശുദ്ധി ഒരു സ്വാതന്ത്ര്യമാണ്, വിശുദ്ധി ഒരു ആനന്ദമാണ്. അപ്പം ഇതെല്ലാം ഓരോ തലത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ട് ശിഷ്യത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നീതിമാനായി ജീവിച്ചുകൊണ്ടേയിരിക്കുക, വചനത്തിൽ നിലനിൽക്കുക, സ്ഥിരതയോടെ നിലനിൽക്കുക എന്നുള്ളതാണ് വചനാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കണം എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ ഈ പഠിക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വെടിപ്പിലും നിലനിൽക്കത്തക്കവണ്ണം ക്രിസ്തു എന്ന ഏക സത്യ ദൈവമാകുന്നവൻ്റെ വചനത്തിൽ തന്നെ നിലകൊണ്ട് വാസ്തവമായി ശിഷ്യന്മാരായാൽ നമ്മളുടെ നീതിമാൻ എന്നുള്ള പദവി അംഗീകരിക്കപ്പെടുകയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുകയും ചെയ്യുവാൻ നമുക്കിടയാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.